നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇന്നത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നാളെ മുതൽ കൃത്യസമയത്ത് തന്നെ ചാനലിനകത്ത് കഥകൾ അപ്ലോഡ് ചെയ്യാവേ. അങ്ങനെ നമ്മൾ നാളത്തെ കഥയെ കാണുന്നേ ഒടുവില് രവീന്ദ്രനും ചന്ദ്രമതി അവരെല്ലാരും കൂടെ അങ്ങനെ ഹോട്ടലിലേക്ക് വരുവാണ്. വലിയൊരു ഹോട്ടൽ തന്നെയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. സുധി ഒന്നിനൊരു കുറവ് വരുത്താൻ പാടില്ല. ചെറിയ ഡീലൊന്നുമല്ല, ഇന്റർനാഷണൽ ഡീലർഷിപ്പാണ് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പൊ ആ ഒരു സന്തോഷമായിരുന്നു സുധിക്ക്. അങ്ങനെ ചന്ദ്രമതി ഒരുങ്ങി വരുമ്പത്തേനും ഭാമ പറഞ്ഞു, ചന്ദ്ര ഇപ്പം നിന്നെ കണ്ടിട്ട് ഒരു 10 വയസ്സ് കുറവുണ്ടെന്ന് പറയാ. എന്ത് സുന്ദരിയാ ഇപ്പൊ നിന്നെ കാണാനായിട്ട്. ഭാമ പറഞ്ഞു ചന്ദ്ര പറഞ്ഞു ഒന്ന് പോ ഭാമേ, അങ്ങനൊന്നുമില്ല. ഞാൻ മുമ്പേ സുന്ദരി തന്നെയാ. മേക്കപ്പ് ഇട്ടില്ലേലും ഞാൻ സുന്ദരിയാ. ഇനി അത് പറഞ്ഞാ മതി. പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ നിന്നെ കണ്ടാല് ദേവിയാണ് ചിലപ്പോ ആള് മാറിപ്പോകുന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു പിന്നെ അത്രയ്ക്കൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്ത് ചെയ്തു, ഹാളിലേക്ക്, ഫംഗ്ഷൻ നടക്കുന്ന ഹാളിലേക്ക് കയറി വരുക. അതേ സമയത്ത് രവീന്ദ്രൻ ഉണ്ടായിരുന്നു അവിടെ. രവീന്ദ്രൻ ചന്ദ്രമതി ഒന്ന് നോക്കി, പിന്നീട് ചുറ്റും നടന്നിങ്ങനെ നോക്കണം. അപ്പോഴേക്കും ചന്ദ്രമതി ചോദിച്ചു, ഇതെന്താ രവിയേട്ടാ? ക്ഷേത്രത്തിൽ പോയിട്ട് ക്ഷേത്രത്തിന് ചുറ്റും വലം വെക്കുന്ന പോലെ എന്നെ വലം വെക്കണം എന്ന് ചോദിച്ചു. അല്ല ഇത് നീ തന്നെയാണോന്ന് ഞാൻ നോക്കിയതാ ചന്ദ്രേ. ഇത്ര മാറ്റമോ? എന്താ രവിയേട്ടാ ഇത്? അല്ല എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ചന്ദ്രേ. നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒന്നുകൂടെ ചെറുപ്പേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ കെട്ടിക്ക ആ പ്രായമാണെന്നാ തോന്നേ. അങ്ങനെയൊന്നും ഇല്ല രവിയേട്ട. ഭാമ പറഞ്ഞു, അതെ രവിയേട്ട കണ്ടില്ലേ ചന്ദ്രയുടെ മുഖത്തെ നാണം കണ്ടോന്ന് പറഞ്ഞു. അങ്ങനെ അവര് സംസാരിച്ച് നിൽക്കണ സമയത്ത് അവിടേക്ക് ശ്രീകാന്തും വർഷയും വരുന്നേ. അങ്ങനെ അവരെ കണ്ടു കഴിഞ്ഞപ്പത്തേനും രവീന്ദ്രൻ പറഞ്ഞു, ആഹാ കൊള്ളാലോ, രണ്ടുപേരും നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറഞ്ഞു. ആ സമയം വർഷയുടെ അടുത്ത് നിന്ന് കൈ പിടിച്ചിട്ട് ചന്ദ്രമതി പറഞ്ഞു, കൊള്ളാൻ വളരെ സൂപ്പർ ആയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളെ കണ്ടാലും നല്ല വലിയ വീട്ടിലെ കുട്ടികളാന്ന് പറയത്തുള്ളൂ എന്ന് പറഞ്ഞു പറയണം. ആ സമയത്ത് ശ്രീകാന്ത് രവീന്ദ്രനോട് ചോദിച്ചു, അല്ലച്ചാ സച്ചിനെ കണ്ടോന്ന് ചോദിച്ചു. ഞാൻ കണ്ടില്ല, അവൻ അവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറയാണ്. ചന്ദ്രമതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല സച്ചിയൊന്നും വരുന്നേ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ശ്രുതിയൊക്കെ തീരുമാനിച്ചിരിക്കുന്നതല്ലേ. ഇതേ സമയത്ത് ശ്രുതിയും മീരയും കൂടെ വരുവാണ് അങ്ങോട്ടെ. അപ്പോഴേക്കും ശ്രുതിയോട് മീര പറഞ്ഞു, എടി ഈ തവണ എന്തേലും നടക്കുവോ? നടത്തണം. കാരണം ശ്രുതി ഇത്ര വലിയ ഫംഗ്ഷനൊക്കെ വെക്കുന്നതിന്റെ പിന്നെ കാരണം എന്താണെന്നറിയാലോ, ആ ഇന്റർനാഷണൽ ഡീലർഷിപ്പ് കിട്ടാൻ വേണ്ടിട്ട് മാത്രം. പക്ഷെ എന്റെ കാര്യം അതല്ല. ഞാൻ ചില പ്ലാനുകളൊക്കെ നടത്തിയിട്ടുണ്ട് അറിയാലോ. ഇത്ര മേക്കപ്പ് ഒക്കെ ഇട്ട് ഈ പറയുന്ന രേവതി എല്ലാരെയും ഞാൻ കളത്തിൽ ഇറക്കിയിട്ടുണ്ട്. എന്റെ ഒരു ഉദ്ദേശം ഒന്നു മാത്രമാണ്, സച്ചിയുടെ ഫോണിനകത്തുനിന്ന് ആ വീഡിയോ അടിച്ചു മാറ്റുക. അതിന് പറ്റിയൊരു അവസരം എന്തായാലും തെളിഞ്ഞു കിട്ടും. ആ ഒരു ചിന്തയോടുകൂടി ഞാൻ ഇത്തവണയും കൂടെ പണി പാളിപ്പോയിട്ടുണ്ട്, ഒന്നും നടക്കത്തില്ല. ഇത് അവസാന ചാൻസാ. ഇത്തവണ എന്താണോ ആ വീഡിയോസ് അടിച്ചു മാറ്റിയേ മതിയാവുള്ളൂ. എന്തേലും ഒരു വഴി തെളിയണമെന്ന് പറഞ്ഞു. മീര പറഞ്ഞു, ആ വീഡിയോ കിട്ടിയില്ലെങ്കിൽ നിന്റെ കാര്യം കട്ടപ്പോകാം. ആ നവീൻ ദാസിനെ പിന്നെ അങ്ങനെ പെട്ടെന്നൊന്നും പിടികൂടാൻ പറ്റില്ല. ആന്റണിക്കാണെങ്കിലോ പറ്റുകയും ചെയ്യും. എടി എങ്ങനെയെങ്കിലും നീ ഒന്ന് പ്രാർത്ഥിക്ക, എനിക്ക് ആ വീഡിയോ ഒന്ന് കിട്ടണമെന്ന്. അല്ലെങ്കിൽ ഇനിയിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂന്നൊക്കെ പറഞ്ഞു. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും സുധി അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ സുധി വന്നിട്ട് ഹാളിലൊക്കെ നോക്കി, കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട്. വെഡിങ് ആനിവേഴ്സറിയുടെ തന്റെ ശ്രുതിയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ആ സമയത്ത് ശ്രുതിയും കൂടെ അങ്ങോട്ട് വരുവാണ്. ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പോ ശ്രുതി പറഞ്ഞു, കൊള്ളാം നല്ല സൂപ്പർ ആയിട്ടുണ്ട്, ഇപ്പൊ നീ നല്ല ഏഞ്ചലിനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, അത്രയ്ക്കൊന്നുമില്ല, പിന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ സുന്ദരി നീയാന്ന് പറയണം. നിന്നെ കാണാൻ എന്ത് ഭംഗിയാന്നൊക്കെ ഇങ്ങനെ ശ്രുതിയെ പുകഴ്ത്തി പറയണം. അപ്പോഴേക്കും മീര പറഞ്ഞു, അത്രയ്ക്കൊന്നും ഇല്ലാന്ന് പറയണം. പിന്നെ അത് നിനക്ക് അസൂയ കൊണ്ട് തോന്നല്ലേന്ന് പറഞ്ഞു. ആ സമയത്ത് ശ്രുതിയുടെ കയ്യിലേക്ക് പിടിച്ചു വരാൻ പറഞ്ഞ അങ്ങനെ അകത്തേക്ക് കയറി വരുവാണ് അവർ രണ്ടുപേരും കൂടെ. അപ്പോഴേക്കും ബാക്കി എല്ലാവരും കൂടെ കൈയടിച്ചു. ചന്ദ്രമതിയൊക്കെ നോക്കി. ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമായി. ആ ചന്ദ്രമതി പറഞ്ഞു, കൊള്ളാം നല്ല ഭംഗിയുണ്ട് രണ്ടുപേരെയും കാണാനെന്ന് പറഞ്ഞു. ആ സമയത്ത് അവിടെ നിന്ന് രവീന്ദ്രൻ ചോദിച്ചു, അല്ല ഇതുവരെയായിട്ട് അവര് വന്നില്ലല്ലോ, സച്ചിയെ രേവതിയും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. എങ്ങനെ വരാനാ, ചിലപ്പോ ഇങ്ങോട്ടേക്ക് വരാൻ നാണക്കേടായിരിക്കും. എവിടെയെങ്കിലും പാത്തും പതുങ്ങി നിൽക്കുന്നുണ്ടായിരിക്കും. ഇത്ര ആൾക്കാർ കൂടുന്ന ഇടവല്ലേ. ഇപ്പൊ തന്നെ നോക്കിയേ, ശ്രീകാന്തിനെ വർഷയെ കണ്ടോ, സുധീനെ ശ്രുതിയേം കണ്ടോ, 4 പേരുടെ മുഖത്ത് എന്തൊരു ഐശ്വര്യം നോക്കി. നിങ്ങളൊന്ന് ചേർന്ന് നിൽക്കാൻ പറയണം. അവരെങ്ങനെ ചേർത്ത് നിർത്തി. കണ്ടോ രവിയേട്ടാ, ഇതിന്റെ ഇടയ്ക്കിലേക്ക് അവരെങ്ങാനും വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ എന്തൊരു വൃത്തികേടായിരിക്കും. അല്ലെങ്കിലും ഒരിക്കലൊന്നും ഒരു രക്ഷയില്ല, കാണാൻ ഒരു ഭംഗിയില്ല രണ്ടെണ്ണത്തിന് എന്നൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തി പറയണം. രവീന്ദ്രൻ പറഞ്ഞു, നിനക്ക് എന്താ ചന്ദ്രേ, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവരെ കുറ്റപ്പെടുത്തായിരുന്നു കൂടെ. എപ്പം നോക്കിയാലും അവരെ ചീത്ത പറയാൻ മാത്രം സമയമുള്ളൂ. നീ വാ തുറക്കുന്നത് അതിനു വേണ്ടിയിട്ടാണോ? ഒരു ഫംഗ്ഷൻ ആണെന്നുള്ള കാര്യം ഓർമ്മ വേണം.
ചന്ദ്രമതി പറഞ്ഞു ഞാനൊന്നും പറയുന്നില്ലേ. ഇപ്പൊ കണ്ടോ പോരെന്നൊക്കെ പറയണം. അവരിങ്ങോട്ടേക്ക് വരാനൊന്നും ചാൻസ് ഇല്ല. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രേവതി സച്ചിയും കൂടെ വരുന്നേ. രണ്ടുപേരും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ രേവതിയെ കണ്ടപ്പോ സച്ചു പറഞ്ഞു കൊള്ളാം, നല്ല ഭംഗിയുണ്ട് നിന്നെ കാണാനായിട്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ സച്ചു പറഞ്ഞു, അല്ല അത് കേട്ടപ്പോ രേവതി പറഞ്ഞു ഇപ്പോ സച്ചിയായിട്ട് അത്രയ്ക്കൊന്നുമില്ല. അല്ല ഞാൻ നിന്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാന്ന് പറഞ്ഞിട്ട് സച്ചി എന്ത് ചെയ്യുവാണ്, സച്ചിയുടെ ഫോണിനകത്ത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ രേവതിയുടെ എടുക്കുവാണ്. അപ്പോഴേക്കും ഇത് രേവതി മീരയും ശ്രീകാന്തും വർഷ എല്ലാരും കാണുവാണ്. അവരൊക്കെ നോക്കി നല്ല ഭംഗിയുണ്ട് രണ്ടുപേരെ കാണാനായിട്ട്. ചന്ദ്രമതിക്ക് ഒട്ടും അതും കൂടി ഇഷ്ടപ്പെട്ടില്ല. ചന്ദ്രമതി ഇങ്ങനെ നോക്കുന്ന സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു കണ്ടോ നീയല്ലേ പറഞ്ഞ അവര് വരത്തില്ല, ഒരുങ്ങിയാലൊന്നും അവരെ കാണാൻ ഒരു ഭംഗിയില്ലെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട് ചന്ദ്രേ, എന്ത് നല്ല ഭംഗിയാന്നൊക്കെ കാണാനായിട്ട് രണ്ടുപേരും, എന്ത് നല്ല ജോഡികളാന്ന് നോക്കി. ബാമ പറഞ്ഞു അത് ശരിയാ ചന്ദ്രേ, ശരിക്കും അതെ ഹീറോയിനെ പോലും തന്നെയുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനെന്നൊക്കെ പറഞ്ഞ് അവരെ പുകഴ്ത്തി പറയണം. പക്ഷെ ഇതൊന്നും ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ചന്ദ്രമതിക്ക്. സമയത്ത് സച്ചി രേവതിയോട് അങ്ങോട്ട് നീങ്ങി നിൽക്കുക ഇങ്ങോട്ട് നീങ്ങി നിൽക്കുന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ എടുക്കുകയാണ്. കുറെ സമയം കഴിഞ്ഞപ്പോ രവീന്ദ്രൻ പറഞ്ഞു മതിയുടെ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. എന്താച്ചാ ഫോട്ടോസ് ഒക്കെ പിന്നെ എടുക്കാന്ന് പറഞ്ഞു. അല്ലച്ചാ അത് പിന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. കൊള്ളാട്ടോ രണ്ടുപേരെയും കാണാനായിട്ടെന്നൊക്കെ പറഞ്ഞു. ആ സമയം സച്ചി പറഞ്ഞു ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞില്ല രേവതി നീ ഇങ്ങോട്ടേക്ക് വാ, കുറച്ച് ഫോട്ടോ അങ്ങോട്ട് എടുക്കാന്ന് പറഞ്ഞ് അങ്ങ് നിൽക്കുവാണ്. ആ സമയത്ത് സുധി ഓരോരുത്തരെയൊക്കെ വരുന്നവരെയൊക്കെ ഇങ്ങനെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടിരുന്നുണ്ട്. അപ്പോഴാണ് സുധിയുടെ ഫോണിലേക്ക് കോള് വന്നേ. ആ ശരി സാർ ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോ സച്ചിയുടെ കൈക്കിട്ടൊരു തട്ട് കൊടുത്തു. സച്ചിയുടെ കയ്യിരുന്ന ഫോണ് താഴേക്ക് വീണുപോയി. ആ സമയത്ത് മീര് ഓടി വന്നു. അയ്യോ ഫോൺ താഴെ പോയോ, ഇനി എന്ത് ചെയ്യും സച്ചി എന്നൊക്കെ ചോദിച്ചോണ്ട് ആകെപ്പാടെ വെപ്രാളപ്പെടുവാണ്. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു ഇത് എന്റെ ഫോണല്ലേന്ന് ചോദിച്ചു. നീ എന്തിനാ മീരയെ ടെൻഷൻ അടിക്കണെന്ന് ചോദിച്ചു. ആ സമയം സുധി വന്ന് മീരെ ഇങ്ങനെ തോണ്ടുവാണ്. മീരയ്ക്ക് പെട്ടെന്നാണ് കാര്യം മനസ്സിലായത്. ആ ഫോണിന് വേണ്ടിയിട്ടാണ് ഇവര് ഈ വെഡിങ് ആനിവേഴ്സറി വെക്കാന്ന് പോലും ശ്രുതി വിചാരിച്ചേ. ശ്രുതിയുടെ ഉദ്ദേശം വേറെ ആണെങ്കിലും ശ്രുതിയുടെ ഉദ്ദേശം ഇതായിരുന്നു. പക്ഷേങ്കില് ഫോണെങ്ങാനും താഴെ വീണ് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിച്ച കാര്യം നടക്കുമല്ലോ, അതായിരുന്നു ടെൻഷന് ശ്രുതിക്കാണെങ്കിലും. ആ സമയത്ത് സച്ചു പറഞ്ഞു നിന്റെ കണ്ണ് എവിടെയാടാ ശ്രുതി എന്നൊക്കെ ശ്രുതിയോട് ചോദിക്കണം. എടാ ഞാൻ കണ്ടില്ല എന്ന് പറയണ. ദേ പ്രധാനപ്പെട്ട ആൾ ഇവിടെ എത്തിക്കഴിഞ്ഞു, അഭിലാഷ് സാർ എത്തിക്കഴിഞ്ഞു, സാറിനെ സ്വീകരിക്കാണ്ട് ഞാൻ താഴേക്ക് ഇറങ്ങി പോകുമ്പോഴാ ഞാൻ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി പെട്ടെന്ന് അങ്ങോട്ട് പോയി. ആ സമയം രേവതിയും സച്ചേട്ടാ ഫോണിന് എന്തെങ്കിലും പറ്റിയോ, ഭാഗ്യം കൊണ്ടൊന്നും പറ്റിയിട്ടൊന്നുമില്ല, ഇതിന് കവറുള്ളതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു അല്ല ഫോട്ടോ എടുക്കാനാണ് സച്ചി, ഞാൻ ഫോട്ടോ എടുത്ത് തരാന്ന് പറഞ്ഞു. വേണ്ട അതിന്റെ ആവശ്യമില്ല, ഞങ്ങളുടെ ഫോട്ടോ ഞങ്ങൾ തന്നെ എടുത്തോളാന്ന് പറഞ്ഞു. ഫോൺ കൊടുത്തില്ല. അങ്ങനെ അവരും കൂടെ പോയി കഴിയുമ്പോഴത്തേനും മേരിയോട് ശ്രുതി പറഞ്ഞു ആ ഫോൺ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ഇത്ര സമയം പഠിച്ച പണി 18 നടത്തിയത്, പക്ഷെ എങ്കിൽ ഒന്നും നടക്കുന്നില്ലോ, ഇത് അവസാന ചാൻസാ, ഇതും കൂടെ മിസ്സായിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയത്തില്ല മീരെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി വേവലാതിപ്പെടുവാണ്. പിന്നീട് മീര സച്ചിയെ രേവതിയെ നോക്കുവാണ്. ഈ സമയത്ത് ശ്രുതിക്കാടെ ആകെപ്പാട് ടെൻഷനായിരുന്നു. പിന്നീട് മീര പറഞ്ഞു കൊള്ളാട്ടോ സൂപ്പർ ആയിട്ടുണ്ട്, അവർ രണ്ടുപേരും നല്ല ജോഡിയാന്ന് പറയണ. ജോഡിയോ അതേന്നെ, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്ക് അവരെ ഇഷ്ടമാന്ന് പറയണ. കണ്ടില്ലേ രണ്ടുപേരും കൂടെ എത്ര നല്ല ഹാപ്പി ആയിട്ടാ നടക്കണേന്ന്. സച്ചിയാണ് ശരി, രേവതി എത്രമാത്രം കെയറിങ്ങോട് കൂടി കൊണ്ടു നടക്കണേന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രുതി പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നീയ, മനുഷ്യൻ ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ശ്രുതി പോയി അഭിലാഷ് സാറിനെ സ്വീകരിക്കുകയാണ്. ആ സമയത്ത് ആനന്ദ് കൂടെ ഉണ്ടായിരുന്നു. സാർ ഇതാണ് സുധീന്ദ്രൻ, ഞാൻ പറഞ്ഞില്ലേന്ന് ചോദിച്ചു. ആ മനസ്സിലായി സുധീന്ദ്രൻ എന്നാണ് പേരല്ലേന്ന് ചോദിച്ചു. അതേന്ന് പറയാണ്. പിന്നീട് ശ്രുതിയോട് കാര്യങ്ങളൊക്കെ തിരക്കുവാണ്. എത്ര ചെറുപ്പത്തിലെ ഈ ബിസിനസ്സിലേക്ക് വരാനുള്ള കാരണം എന്താ എങ്ങനെയാന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു സാർ എനിക്ക് 3-5 ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു, അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നേ. ആ സമയത്ത് അയാൾ പറഞ്ഞു ഡിഗ്രി കുറച്ചെണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നമുക്കിവിടെ കഴിവും കഠിനാധ്വാനമാണ് വേണ്ടത്, അറിയാലോ നല്ല ബുദ്ധിയൊക്കെ വേണം ഈ ഒരു ഫീൽഡിൽ പിടിച്ചിരിക്കാൻ പറ്റണമെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ കഠിനാധ്വാനം ചെയ്യുകയും വേണം എന്നൊക്കെ പറഞ്ഞ് കുറെ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു അത് ശരിയാ സാറെന്നൊക്കെ പറയണം. പിന്നീട് അകത്തേക്ക് ഏറ്റിക്കൊണ്ട് വരിക. ആ സമയം സച്ചി ശ്രീകാന്തും കൂടെ സംസാരിക്കുകയാണ്. അപ്പോഴേക്കും ശ്രീകാന്തോട് സച്ചി ചോദിച്ചു അല്ല ദേ അതാരാ വരുന്നതെന്ന് നോക്കാൻ പറയാണ്. ഇനിയിപ്പൊ ഇതാണോ മുമ്പേന്ന് എങ്ങാണ്ട് ആരോ വരുമെന്ന് പറഞ്ഞ് ഇയാളാണെന്ന് ചോദിച്ചു. പറയാൻ പറ്റില്ല, സുധിയുടെ നിപ്പും മട്ടും ഭാവം കണ്ടിട്ട് അതേന്നാ തോന്നേ, അത്ര ഭവ്യതയോട് കൂടിയല്ലേ നിക്കണേന്ന് പറഞ്ഞു. അതേന്ന് തോന്നേന്ന് പറഞ്ഞു. ആ സമയം രവീന്ദ്രനും ചന്ദ്രമതി ഭാമയൊക്കെ സംസാരിച്ച് നിൽക്കുകയാണ്. അപ്പൊ അവരുടെ അടുത്തേക്ക് സുധി വന്നു. സുധി വന്നിട്ട് പറഞ്ഞു സാർ ഇതാണ് എന്റെ അച്ഛൻ രവീന്ദ്രൻ എന്ന് പറയണം. അങ്ങനെ അങ്ങോട്ടും നമസ്കാരമൊക്കെ പറഞ്ഞു. ആ സമയത്ത് അഭിലാഷ് പറഞ്ഞു അതെ
നിങ്ങൾ സമ്മതിച്ചു വന്നിരിക്കുന്നു. 3 മക്കളെ നല്ല ബിസിനസ്മാരാക്കിയില്ലേ, മാറ്റിയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ രവീന്ദ്രൻ അന്താളിപ്പോടുകൂടെ നോക്കുകയാണ്. ശ്രുതിക്ക് മനസ്സിലായി അച്ഛന്റെ വായിൽ നിന്ന് എന്തെങ്കിലും പൊട്ടത്തരം വരുമെന്ന്. പെട്ടെന്ന് തന്നെ ശ്രുതി പറഞ്ഞു, അച്ഛ അതല്ലേ അശോക് സാർ വന്നിരിക്കുന്നൊക്കെ പറയണം. അപ്പം ഫ്രണ്ട് അശോകൻ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയം രവീന്ദ്രൻ പറഞ്ഞു, അതെ എന്റെ ഫ്രണ്ടാണ്, ഞാൻ ഇന്ന് പോട്ടെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് രവീന്ദ്രൻ അങ്ങോട്ടേക്ക് പോയി. ആ സമയം ചന്ദ്രമതിയൊക്കെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതിയെ കാണിച്ചിട്ട് പറഞ്ഞു, സാർ ഇതെന്റെ വൈഫ് ശ്രുതി എന്ന് പറയാണ്. അങ്ങനെ ശ്രുതിയെ പരിചയപ്പെടുത്തി കൊടുക്കുക. ഇതേ സമയത്ത് ചന്ദ്രമതിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇതെന്റെ അമ്മയാന്ന് പറയണം. അപ്പൊ ചന്ദ്രമതി ഇങ്ങനെ അയാളെങ്ങനെ ആകാംക്ഷപൂർവ്വം നോക്കുകയാണ്. അപ്പൊ ഇയാളാണ് വലിയ ഇന്റർനാഷണൽ ഡീൽ ഉറപ്പിക്കാൻ വന്നിരിക്കുന്നേ. ആ സമയത്ത് ശ്രുതി പറഞ്ഞു, അമ്മയൊരു ഭരതനാട്യ സ്കൂൾ നടത്തുന്നുണ്ട്, വലിയൊരു ഡാൻസ് അക്കാഡമി തന്നെയാണ് നടത്തുന്നതെന്നൊക്കെ പറയാണ്. അങ്ങനെയാണല്ലേ, വലിയ ഡാൻസറാന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം കേട്ട് ചന്ദ്രമതി അന്തം വിട്ടുപോയി. ഡാൻസ് അക്കാദമിയോ? പിന്നീട് ശ്രുതിക്ക് തോന്നി ഇനി ചന്ദ്രമതിയുടെ അടുത്ത് നിർത്തിയിട്ട് കാര്യമില്ലെന്ന്. പെട്ടെന്ന് അയാളെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. അപ്പോഴേക്കും ഭാമ പറഞ്ഞു, കൊള്ളാലോ എന്റെ ചന്ദ്രെ, നീ വലിയ ഡാൻസ് അക്കാദമി നടത്തുവന്ന് കേട്ടിട്ട് എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആകപ്പാടെ 3-4-5 കുട്ടികളേ ഉള്ളൂ ഡാൻസ് പഠിക്കാനായിട്ട്. എന്നിട്ടാണ് എടി ഒന്നും മിണ്ടാതിരിക്കുക, പതുക്കെ പറ, ആരെങ്കിലും കേൾക്കുമെന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ പറയാണ്. ആ സമയത്ത് ശ്രുതിയോട് അയാൾ ചോദിച്ചു, അല്ല 2 ബ്രദേഴ്സ് ഉണ്ടെന്നല്ലേ പറഞ്ഞു, അവരെ കണ്ടില്ലോ എന്ന് പറയണ. അവരിവിടെ ഉണ്ടെന്ന് പറയണ. അങ്ങനെ സച്ചിയെ വിളിച്ചു. സച്ചി അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. ശ്രുതിയുടെ നെഞ്ചിനകത്തൊരു പടപട ഇടിപ്പ. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ഓർത്തിട്ട് ദൈവമേ പെട്ടുപോവാ, ഇവരെന്തൊക്കെ പറയും അങ്ങനെയൊന്നൊക്കെ അറിയത്തില്ലല്ലോ. അങ്ങനെ സച്ചിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. 50 കാറൊക്കെ സ്വന്തമായിട്ടുണ്ട്, ട്രാവൽ ഏജൻസി നടത്തുമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. സച്ചി അതേന്നൊക്കെ പറഞ്ഞു. ശ്രുതി ഓർത്തു, ഇവനിനി പണി വാളിക്കോ, എന്തെങ്കിലും വെടിവാത്തേരം വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു, തന്റെ കള്ളത്തരങ്ങളൊക്കെ ഇവിടെ പൊളിയുകയും ചെയ്യും. അപ്പൊ അതിൻ്റെതായ ഒരു ടെൻഷൻ ശ്രുതിക്കുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്ന നാളെ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.